DGP MR അജിത് കുമാറിനെതിരെ കേസെടുക്കാൻ ശുപാർശ. DGPയുടെ ശുപാർശ അജിത് കുമാർ വ്യാജമൊഴി നൽകിയെന്ന പരാതി. DGP P. വിജയന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നായിരുന്നു മൊഴി. സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാമെന്ന് ശുപാർശയിൽ. വിഷുവിനെ വരവേറ്റ് മലയാളം. കണിയൊരുക്കിയും വിഷു കൈനീട്ടം നൽകിയും സദ്യ ഒരുക്കിയും ആഘോഷിച്ച് മലയാളികൾ. കണി ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത് വൻ തിരക്ക്. വിഷുദിനത്തിൽ രക്തം കൊണ്ട് പ്ലക്കാർഡ് എഴുതി CPO ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി. ആശാവർക്കർമാരുടെ സമരം 64-ാം ദിവസം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിഷുക്കണിയൊരുക്കി സമരക്കാർ. വയനാട്ടിൽ വിഷുദിനത്തിൽ നാടിനെ നടുക്കി കൊലപാതകം. ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൊല്ലപ്പെട്ടത് മാഞ്ചിറ സ്വദേശി നിഷ. മലപ്പുറം പെരിന്തൽമണ്ണയിൽ 45-കാരൻ ബന്ധുവിന്റെ കുത്തേറ്റ് മരിച്ചു. മരിച്ചത് ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബു. മഞ്ചേശ്വരത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പ്രതി കസ്റ്റഡിയിലുള്ളത് കർണാടക സ്വദേശി. തൃശൂർ മാളയിൽ മദ്യലഹരിയിൽ പോലീസുകാരൻ അമിത വേഗത്തിൽ ഓടിച്ച കാർ തലകീഴായി മറിഞ്ഞത് ഹൈവേ പോലീസ് ഡ്രൈവറായ അനൂപ് ഓടിച്ച കാർ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ 20-കാരൻ കൊല്ലപ്പെട്ടു. മരിച്ചത് അടിച്ചിൽ തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യൻ. ആക്രമണം തേനെടുത്ത് മടങ്ങും. പഞ്ചാബ് നാഷണൽ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ രാജ്യം വിട്ട വ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റ് ചെയ്തത് ബെൽജിയത്തിൽ നിന്ന്. ചോക്സിയെ കൈമാറാനുള്ള അപേക്ഷ നൽകി ഇന്ത്യ. വ്യാജരേഖ ചമച്ച് ചോക്സി തട്ടിയത് 13,000 കോടിയോളം രൂപ. ചോക്സി ക്യാൻസർ ബാധിതനാണെന്നും അറസ്റ്റിനെ എതിർക്കുമെന്നും അഭിഭാഷകൻ. ഗുജറാത്ത് തീരത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 300 കിലോഗ്രാം മെത്താംഫിറ്റമിൻ പിടികൂടി. 1800 കോടി വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയത് കോസ്റ്റ് ഗാർഡ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഭീകരാക്രമണത്തിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ പങ്ക് അന്വേഷിക്കാൻ ഒരുങ്ങി NIA. ദുബായിൽ റാണ കണ്ടത് ഡി കമ്പനിയുമായി ബന്ധമുള്ളയാളെയെന്ന് സംശയം. വിഖ്യാത ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ മരിയോ വർഗാസ് യോസ അന്തരിച്ചു. മാർക്കസിന്റെ പിൻഗാമി എന്നറിയപ്പെട്ട എഴുത്തുകാരൻ. മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് കുടുംബാംഗം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും നേർക്കുനേർ. മത്സരം രാത്രി 7:30 ഏകാന സ്റ്റേഡിയത്തിൽ. 5 മത്സരങ്ങൾ തുടരെ തോറ്റ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം അനിവാര്യം.